നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമലയിൽ 6 മണിയോടെ രക്ഷാദൗത്യം ആരംഭിച്ച സൈന്യം. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കൂടുതൽ സൈന്യമെത്തും. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണന. സൈന്യത്തിന് പിന്തുണ നൽകി സന്നദ്ധ പ്രവർത്തകരും കൂടെയുണ്ട്. 176 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 200-ലധികം പേരെ കാണാനില്ലെന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ 98 പേരെ കാണാനില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത്. ദുരിതബാധിതർക്കായി 8 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 1222 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ശക്തമായ മഴയിൽ മേഴത്തൂർ കോടനാട് തിരുത്തു റോഡിൽ വീട് ഇടിഞ്ഞു വീണു. മേഴത്തൂർ 3 കാണിപ്പറമ്പിൽ ഹംസയുടെ വീടാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. മഴ വിട്ടുനിന്നതോടെ പട്ടാമ്പി പാലത്തിൽ നിന്നുമുള്ള വെള്ളം ഇറങ്ങി. പാലത്തിന്റെ കൈവരികളും റോഡും തകർന്നിട്ടുണ്ട്. പാലം ഉടൻ തുറന്നു കൊടുക്കാനാകില്ലെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ജലനിരപ്പ് താഴ്ന്നതിനു ശേഷം പാലത്തിന്റെ ബലക്ഷയം വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് കയറിയ വെള്ളം 24 മണിക്കൂറിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. വെള്ളം ഇറങ്ങിയതിനൊപ്പം പാലത്തിന്റെ തകർച്ചയുടെ നേർചിത്രങ്ങളും പുറത്തു വന്നു. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. തൃത്താല ഭാഗത്ത് അവസാനിക്കുന്ന പാലത്തിനോട് ചേർന്നുള്ള റോഡും തകർന്നിട്ടുണ്ട്. പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട്. ഇതിനുശേഷമേ പാലത്തിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയുമെല്ലാം അനുവദിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. രാവിലെ മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പാലം സന്ദർശിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് പാലം വെള്ളത്തിൽ മുങ്ങുന്നത്. 2019-ൽ കൈവരികൾ പുനഃസ്ഥാപിച്ചതാണ്. ഈ കൈവരികളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ പാലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മുഹമ്മദ് മോസിൻ MLA വ്യക്തമാക്കി. ചെറിയ ഡാമേജുകൾ കാണാനുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല. ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുറേ ഇരുമ്പും അതിൻ്റെ കുറേ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ താൽക്കാലികമായിട്ടെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇപ്പോൾ AXIയും സംഘം ഇവിടെ വരുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൈവരി നമുക്ക് 2018-ലെ പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ ഇരുമ്പിൻ്റെ കൈവരി വെച്ചത്. 2019-ലും ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോൾ ഏതാണ്ട് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം. കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ MLAക്ക് പിറകെ പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും പാലത്തിന് മുകളിൽ പ്രാഥമിക പരിശോധന നടത്തി. ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇതിന് സമയമെടുക്കും. അതുവരെ പാലത്തിലൂടെ ഗതാഗതമോ കാൽനടയാത്രയോ അനുവദിക്കില്ല. പാലത്തിന് മുകളിൽ വലിയ തോതിൽ മാലിന്യങ്ങളും വന്നടിഞ്ഞിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യാനുണ്ട്. തൃത്താല ഞാങ്ങാട്ടിരി ഭാഗത്തെ പാലത്തിന് സമീപം റോഡ് തകർച്ചയും വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതും നാട്ടുകാരിൽ ആശങ്ക പരത്തുന്നുണ്ട്. ഇവിടുത്തെ 2 MLAമാരും മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് മെയിൻ റോഡാണ്, പല കാര്യങ്ങൾക്കും പോകുന്ന സ്ഥലങ്ങളാണ്. കച്ചവടക്കാരായാലും എല്ലാം പല ഹോസ്പിറ്റലും പല രീതിയിലും പോകാനുള്ള ഒരു പാലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. വെള്ളം ഇറങ്ങിയതോടെ പട്ടാമ്പി പാലത്തിൽ പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. വെള്ളം ഇറങ്ങിയതിനൊപ്പം പാലത്തിന്റെ തകർച്ചയുടെ നേർചിത്രങ്ങളും പുറത്തുവന്നു. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്.
തൃത്താല ഭാഗത്ത് അവസാനിക്കുന്ന പാലത്തിനോട് ചേർന്ന റോഡും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട്. ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതിന് സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതുവരെ പാലത്തിലൂടെ ഗതാഗതമോ കാൽനടയാത്രയോ അനുവദിക്കില്ല. പാലത്തിന് മുകളിൽ വലിയ തോതിൽ മാലിന്യങ്ങളും വന്ന് അടിഞ്ഞിട്ടുണ്ട്. മഴക്കാല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വീണ് പരിക്കേറ്റു. ആനക്കര പഞ്ചായത്തിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കുന്നതിനിടെയാണ് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന് പരിക്കേറ്റത്. പഞ്ചായത്തിലെ 15-ാം വാർഡായ പുറമതിൽശ്ശേരിയിൽ മതിലിടിഞ്ഞു വീണ സ്ഥലത്ത് വില്ലേജ് അധികൃതർക്കൊപ്പം എത്തിയതായിരുന്നു പ്രസിഡന്റ്. ഇതിനിടയിൽ കാൽ വഴുതി വീഴുകയും വീഴ്ചയിൽ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് എടപ്പാൾ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പട്ടാമ്പി പാലം അടച്ചതോടെ വാഹനങ്ങളുടെ പ്രധാന യാത്രാവഴിയായ മുതുതല പാലത്തറ ഗേറ്റ് തൃത്താല റോഡ് മാറിക്കഴിഞ്ഞു. വാഹനങ്ങൾ പെരുകിയതോടെ പാലത്തറ ഗേറ്റിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. പട്ടാമ്പി പാലം അടച്ചതോടെ പട്ടാമ്പി ഗുരുവായൂർ പാതയിലേക്കുള്ള യാത്രക്കാരുടെ പ്രധാന ആശ്രയം കൊപ്പം മുതുതല പാലത്തറ ഗേറ്റ് കൊടിക്കുന്ന് തൃത്താല വെള്ളിയങ്കല്ല് പാതയാണ്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. KSRTC സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ചരക്ക് ലോറികളുമെല്ലാം ഇപ്പോൾ ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ പാതയിൽ വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. പാലത്തറ ഗേറ്റിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ഷൊർണൂർ കോഴിക്കോട് റെയിൽപാതയിലെ പാലത്തറ ഗേറ്റ് ട്രെയിൻ പോകുവാൻ നിരവധി തവണ അടച്ചിടാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ഗേറ്റ് തുറക്കുന്നതോടെ വാഹനങ്ങൾ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ തള്ളിക്കയറുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. ഇത് നിയന്ത്രിക്കുവാൻ പോലീസിനെയോ മറ്റോ നിയോഗിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ വളാഞ്ചേരിയിൽ വരുന്ന വണ്ടി വരുന്ന പ്രശ്നമാണ് മെയിൻ പ്രശ്നം. അത് നമ്മളിവിടെ ഒരു കൺട്രോൾ ചെയ്യുക ഒരാൾ അവിടുന്ന് ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരൊറ്റ കുഴപ്പമാണ്. അതിനുള്ള ട്രാഫിക് നല്ല ശരിക്കൊന്ന് കൺട്രോൾ ചെയ്ത് ഇവ പ്രശ്നങ്ങളും. പട്ടാമ്പി പാലം തുറക്കുന്നതുവരെ ഇത് തന്നെയായിരിക്കും അവസ്ഥയെന്നും ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മല വട്ടത്താണി റോഡിലെ കുംബ്ര പാലവും പ്രദേശവും വെള്ളത്തിനടിയിലായി. പ്രദേശത്തെ 6 വീടുകളിലേക്കും വെള്ളം കയറി. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതത്തിനും നിരോധനം ഏർപ്പെടുത്തി. കുംബ്രാത്തോട്ടിലൂടെ പുഴവെള്ളം പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. പല ആളുകളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. മഴയ്ക്ക് അല്പം ശമനം നേരിട്ടതോടെ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ തൃത്താലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. 54 പേരാണ് നിലവിൽ തൃത്താലയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ക്യാമ്പിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ പറഞ്ഞു. ഞങ്ങളുടെ മേഴത്തൂർ സ്കൂളിൽ ക്യാമ്പിലാണുള്ളത്. ഏകദേശം 70ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 54 ആളായിട്ടുണ്ട്. പേടിക്കാനുള്ളതൊന്നുമില്ല. വെള്ളങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി ആളുകളുടെ വീടുകളിൽ പോയി വീട്ടിലായിരുന്നു. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒക്കെ സ്വന്തം വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പാലത്തിൻ്റെ മുകളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി. വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. 217 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥിയായ KC ജയദാസ് വിജയിച്ചത്. പഞ്ചായത്തിലെ 11-ാം വാർഡിൽ LDF-ൽ നിന്നും വിജയിച്ച കുഞ്ഞു മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. ചാലിശ്ശേരി ചൗച്ചേരിയിൽ വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുരണ്ടേക്കാട്ടിൽ ശിവരാമന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കിണറാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇടിഞ്ഞു താഴ്ന്നത്. വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗവും കിണറിനോടൊപ്പം ഇടിഞ്ഞു താഴ്ന്നു. രാത്രിയിൽ ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് കിണർ ഇടിഞ്ഞത് കണ്ടത്. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജ് ഓഫീസ് അധികൃതർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ വിളിച്ച് വീട്ടിൽ പിന്നെ പുറത്തുനിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നു. ചപ്പാത്തി ഉണ്ടാക്കി ഇരിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ സൗണ്ട് കേട്ടു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കും. സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൂച്ചെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം ഓളം പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നോക്കാമെന്ന് വെച്ചാൽ വീണ്ടും ചപ്പാത്തി ഇട്ട് വീണ്ടും സൗണ്ട് കേട്ടു. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഓരോ ഭാഗം അത് ഇടിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മഴ കുറവായ കാരണം നമുക്ക് ഇന്ന് നേരം വെളുക്കുന്നേരം യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അന്നത്തെ അപ്പുറത്തെ ഇടിച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ.
പിന്നെ ഇപ്പോഴാണ് ചെറുതായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്തായാലും ഫുള്ള് പിന്നെ കിണറ്റിൽ കറങ്ങി പോകും. അങ്ങനത്തെ അത് മാത്രമല്ല അപ്പുറത്തെ വീടിനും ഭീഷണിയാണ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ തെക്കും വളവിന് സമീപം അപകട ഭീഷണി ഉയർത്തി വൻ മരങ്ങൾ. പരാതികൾ നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷേപം. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴ തെങ്ങുംവളപ്പിന് സമീപത്താണ് റോഡരികിൽ പടുമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തികളിലാണ് വലിയ തോതിൽ അപകട ഭീഷണി ഉയർത്തിയുള്ള മരങ്ങൾ നിലനിൽക്കുന്നത്. നിമിഷം തോറും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് ഈ അവസ്ഥ. പടുമരങ്ങൾക്കാകട്ടെ വലിയ ശിഖരങ്ങളും ഉണ്ട്. ഈ ശിഖരങ്ങളെല്ലാം റോഡിലേക്ക് ചാഞ്ഞാണ് നിലകൊള്ളുന്നത്. ശിഖരങ്ങളെങ്കിലും മുറിച്ചുമാറ്റി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ സ്ഥലത്താണ് റോഡിന്റെ ഇരുവശങ്ങളിലും വളരെ അപകട സൂചനയായ സാഹചര്യത്തിൽ ഇരുവശങ്ങളിലും മരങ്ങൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകൾ പല സമയങ്ങളിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ നാളിതുവരെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. പല സമയങ്ങളിലും ഇതിന്റെ ശിഖരങ്ങൾ പൊട്ടി വീണ് പല അപകടങ്ങളും ഇവിടെ ചെറുതായ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ ദുരന്തങ്ങളിൽ നിന്ന് തടനാരിഴക്കാണ് പല സമയങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് ചോദിച്ചാൽ ഇതിന്റെ തൊട്ട് താഴെയാണ് ഇലക്ട്രിക് ലൈൻ പോകുന്നത്. ഈ ശിഖരങ്ങൾക്ക് ഭയങ്കര ഭാരമാണ്. അത് പൊട്ടി വൈദ്യുതി ഉള്ള സമയത്ത് കമ്പിയുടെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്കും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നടപടിക്രമങ്ങളുമായി വന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വരാൻ പോകുന്ന വൻ ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശവാസികളെയും ഇതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും യാത്രക്കാരുടെയും രക്ഷിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം അധികാരികളോട്. വല്ലപ്പുഴ തെങ്ങുംവളപ്പിൽ നിന്നും 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ 30-ലേറെ മരങ്ങളുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പലതവണ പഞ്ചായത്തിനും മറ്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാൻ ബന്ധപ്പെട്ടവർക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയെങ്കിലും ഈ പാതയിൽ ഇതൊന്നും ബാധകമല്ലെന്നാണ് ഇവിടുത്തുകാരുടെ ആക്ഷേപം. മരത്തിന്റെ ചില്ലകളെങ്കിലും മുറിച്ചുമാറ്റി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സാഹിറ ഖാദർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിലെ 9-ാം വാർഡിലെ തിരുത്തുമ്മൽ പ്രദേശത്തെ 4 കുടുംബങ്ങളിലെ 5 കുട്ടികൾ ഉൾപ്പെടെ 17 പേരാണ് ഇപ്പോൾ വീടുകളിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നത്. തളി പിലാക്കാട് ശ്രീ തേവർ ഇരുത്തിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3 ശനിയാഴ്ച കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി സൗകര്യം ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 4 മണി മുതൽ ഇളയതിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണം ആരംഭിക്കും. ബലിതർപ്പണത്തിന് വേണ്ട സാധനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ലഭ്യമാകും. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.